ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കുട്ടികൾക്കും നമ്മുടെ മലപ്പുറം ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഒന്നും കുറേ എടുത്തിട്ടില്ല. നമ്മളൊരു പുതിയ ചട്ടി വാങ്ങിനു കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യപ്പം ചുട്ടൊക്കെ എഴുതിയാണ്ട് അരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വെച്ചിനും. അപ്പോൾ അതറിഞ്ഞ് അതൊന്ന് ചുട്ട് എടുക്കട്ടെ. എൻ്റെ അരിയത്തിൻ്റെ ചട്ടി. അപ്പം നെയ്യപ്പം ചുടാനൊക്കെ ഇങ്ങനെ ചെറിയ ചട്ടി സുഖമാണല്ലോ. എൻ്റെ അടുത്തുള്ളത് വലിയ ചട്ടിയാണ്. അപ്പം നമുക്ക് ചുട്ട് നോക്കാം. പണ്ടില്ല നമ്മളെ നെയ്യപ്പത്തിന് കൂട്ടിച്ച ബാറ്ററാട്ടോ. ഞാനേ നമ്മളെ ചട്ടിയിൽ ഉണ്ടാക്കാല പുതിയോണ്ട് ഉണ്ടാക്കണെന്ന് തിന്നാല പൊതിക്കല്ല. കുറേ അല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ. നമ്മൾ ആദ്യത്തെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണീന്ന് പൊന്തി അറിയിക്കണം, അടി പിടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മളെ നെയ്യപ്പതാ പൊട്ടി തെറിച്ച ഫോണിക്ക് തെറിച്ച പിന്നെ ഞാൻ ഇന്നെ ഉത്തരവാദി ആവണ്ടേ? വേണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെയ്ത്. മനസ്സിലായോ? മനസ്സിലായി. എരിവല്ലാതെ കളിച്ചണ്ട. അതവേ ഞാൻ എന്റെ കജിന് താടിയ. അപ്പൊ ഗൈസ്, മറ്റന്നാൾക്കൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ദാ നമ്മൾ ആദ്യത്തെ നെജ്ജപ്പം എടുത്തിട്ടുണ്ട്. നെയ്യപ്പല്ല, നെജ്ജപ്പം. അപ്പൊ നമ്മളെ കുജ്ജപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെജ്ജപ്പം ഒരു പാത്രത്തിൽ ഇട്ട് തിന്നോക്കാം. അപ്പൊ ദാ നമ്മളെ നെജ്ജപ്പം ഇവിടെ ഇരിക്കുന്നു. ചൂടാ രസമുണ്ടാവുമല്ലോ. ഞാനെല്ലാം ഉണ്ടാക്കി. നമ്മളെ നെയ്യപ്പൊക്കെ ഇവിടെ ചുട്ട്. ഇത് ലാസ്റ്റ് വൺ ഞാൻ ചുടുന്നത്. ഇനി ഒന്ന് ഇവിടെ ജീനുവിന് ചുടണമല്ലോ. നമുക്ക് ചുട്ടോക്കണം എന്നാണ് ഒന്ന് ഇവിടെ വെച്ചിരിക്കണം കേട്ടോ. ഇത് ചൂടാലത്. അപ്പോൾ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളെ തൊഴിലുറപ്പിൻ്റെ പുസ്തകം ഒന്ന് പുതുക്കാനൊക്കെ പോയി വന്നിട്ടാണ് ബാക്കി ചുടുന്നത്. നമ്മളെ ജീനു ജീവിതത്തിൽ ആദ്യമായി നെയ്യപ്പം ചുടുകയാണ്. അങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കൽ പഠിഞ്ഞില്ല ജിനോ. പഠിച്ചലും തുടക്കലും ഒക്കെ പഠിപ്പിച്ചിരിക്കുന്നു കേട്ടോ. ഈ നെയ്യപ്പം ഉണ്ടാക്കലും പഠിപ്പിച്ചിരിക്കുന്നു. ഒരു 12 വയസ്സാകുമ്പോഴേക്കും ഞാൻ എല്ലാം പഠിപ്പിച്ചു. അങ്ങനെ നെയ്യപ്പമായി. തീ ഓഫാക്കി കിട്ടാ. ചട്ടി സൂപ്പറാട്ടോ. ചട്ടി അടി പിടിച്ചിടൊന്നുമില്ല. സാറായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല കട്ടൻ അടിക്കാം. കട്ടൻ ചായ. വെള്ളിയാഴ്ചയാണ് ഇറച്ചി വാങ്ങിക്കണമെങ്കിൽ ഇറച്ചി നെയ്യപ്പം നന്നായിനൂടെ.